എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഗോട്ട് എന്ന് പറയുന്ന തമിഴ് സിനിമ, വിജയുടെ തമിഴ് സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തിയേറ്ററുകളിലെ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. ഗോട്ടിലെ വിശേഷങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതായത് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ ചിത്രമായാണ് വെങ്കട് പ്രഭു ഗോട്ട് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അതിൽ വിജയ് ഏകദേശം ഇരട്ട വേഷത്തിലാണ് എത്തിയിരിക്കുന്നത്. 400 കോടി ബഡ്ജറ്റിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി മറ്റു താരങ്ങളും അണിയറ പ്രവർത്തകരും കൈപ്പറ്റിയ പ്രതിഫലത്തിൻ്റെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അത് നമുക്കൊന്ന് പരിശോധിക്കാം എത്രയൊക്കെയാണ്. അതായത് അച്ഛനും മകനുമായാണ് വിജയ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. വിജയുടെ മകൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഡി-ഏജിങ് സാങ്കേതിക വിദ്യയിലൂടെയാണ്. ഗാന്ധി, ജീവൻ എന്നീ 2 കഥാപാത്രങ്ങളായിട്ടാണ് ചിത്രത്തിൽ വിജയ് എത്തുന്നത്. വിജയ് ഏകദേശം 200 കോടി രൂപയാണ് ഈ ചിത്രത്തിൻ്റെ അഭിനയിക്കാനായിട്ട് വിജയ് കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സ്നേഹയാണ്. മലയാളികളുടെയും തമിഴ് സിനിമാ പ്രേക്ഷകരുടെയും മനം കവർന്ന നടിയുടെ സ്നേഹ. മലയാളത്തിൽ മമ്മൂട്ടിക്കൊപ്പം ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിലാണ് സ്നേഹ ഏറ്റവും ഒടുവിലായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഗോട്ടിൽ ഒരു പ്രധാന കഥാപാത്രമായാണ് സ്നേഹ എത്തുന്നത്. അതിൽ സ്നേഹ ഏകദേശം 30 ലക്ഷം രൂപയാണ് സ്നേഹ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അടുത്തത് മറ്റൊരു കഥാപാത്രമാണ് പ്രഭുദേവ. ഗോട്ടിലെ മറ്റൊരു നിർണായക കഥാപാത്രമായാണ് പ്രഭുദേവ എത്തുന്നത്. ഗാന്ധിയുടെ സുഹൃത്തിൻ്റെ വേഷത്തിലാണ് പ്രഭുദേവ ചിത്രത്തിൽ എത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പ്രഭുദേവ ഏകദേശം 2 കോടി രൂപയാണ് ഇതിൽ അഭിനയിക്കാൻ പ്രഭുദേവ മേടിച്ചിട്ടുള്ളത്. അടുത്തത് പ്രശാന്താണ്. 1990കളിലും 2000ത്തിലും തമിഴ് സിനിമാ മേഖലയിലെ മുൻനിര നായകരിൽ ഒരാളായിരുന്നു പ്രശാന്ത്. ഇടയ്ക്ക് താരം സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കുകയും ചെയ്തു. അന്തകൻ ആണ് പ്രശാന്തിൻ്റെതായി ഒടുവിലെത്തിയ ചിത്രം. എന്നാൽ തിയേറ്ററുകളിൽ ചിത്രം പരാജയമായിരുന്നു. എന്നാൽ ഇപ്പം ഇറങ്ങിയ ഗോട്ട് പ്രശാന്തിൻ്റെ കരിയറിലെ ഒരു വഴിത്തിരിവ് ആകുമെന്നാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൽ ഈ ഗോട്ടിൽ അഭിനയിക്കാനായിട്ട് ഏകദേശം 75 ലക്ഷം രൂപയാണ് പ്രശാന്ത് വാങ്ങിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്തത് ജയറാമാണ്. മലയാളത്തിനേക്കാൾ ഉപരി പൊതുവെ മറ്റു ഭാഷകളിൽ ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗോട്ടിൽ ജയറാമിൻ്റെ കഥാപാത്രവും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 50 ലക്ഷം രൂപയാണ് ഗോട്ടിൽ അഭിനയിക്കാനായിട്ട് ജയറാം വാങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്തത് അജ്മൽ അമീർ. പ്രണയകാലം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന താരമാണ് അജ്മൽ അമീർ. നായകനായും വില്ലനായും അജ്മൽ അമീർ സിനിമയിൽ ഇപ്പോൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗോട്ടിനായി ഏകദേശം 50 ലക്ഷം രൂപയുടെ അജ്മൽ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തത് വെങ്കിടേഷ് പ്രഭുവാണ്. മാനാട്, മങ്കാത്ത തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് വെങ്കട് പ്രഭു. 10 കോടി രൂപയാണ് ഈ ഗോട്ട് എന്ന ചിത്രത്തിനായി വെങ്കട് പ്രഭു കൈപ്പറ്റിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അടുത്തത് യുവൻ ശങ്കർ രാജാണ്. ഇതിനോടകം തന്നെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം ഒരുക്കിയിട്ടുണ്ട് യുവൻ. ഗോട്ടിലെ ഗാനങ്ങൾക്ക് പിന്നിലും യുവന്റെ കൈകളിലാണ്. 3 കോടി രൂപയാണ് ചിത്രത്തിനായി താരം കൈപ്പറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് വലിയ ഒരു സംഖ്യ കൈപ്പറ്റിയ ഗോട്ടിലെ അഭിനേതാക്കളും അല്ലെങ്കിൽ അതിന് പിന്നണിയിൽ പ്രവർത്തിച്ചവരും വാങ്ങിയ ഒരു സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി സിനിമാ മേഖല കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ മറ്റുള്ള കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.